ഓം ശാന്തി 20/8/2026 പ്രഭാതമുരളി മധുബൻ. മധുരമായ കുട്ടികളെ, ബാബ വന്നിരിക്കുകയാണ് നിങ്ങളെ ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും ശാന്തിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി. ബാബയിലൂടെ നിങ്ങൾക്ക് സുഖശാന്തിയാകുന്ന 2 സമ്മാനങ്ങളാണ് ലഭിക്കുന്നത്. ചോദ്യം: മുഴുവൻ ലോകത്തിലും വെച്ച് സത്യമായ കന്യാസ്ത്രീകൾ നിങ്ങളാണ്. സത്യമായ കന്യാസ്ത്രീകളെന്ന് ആരെയാണ് പറയുന്നത്? ഉത്തരം: ആരുടെ ബുദ്ധിയിലാണോ ഒരു ബാബയുടെ മാത്രം ഓർമ്മയുള്ളത്, അർത്ഥം ഒന്നല്ലാതെ മറ്റൊന്നില്ല, അവരാണ് സത്യമായ കന്യാസ്ത്രീകൾ. ക്രിസ്തുധർമ്മത്തിലും കന്യാസ്ത്രീകളുണ്ടെങ്കിലും അവരുടെ ബുദ്ധിയിൽ ഒരു ക്രിസ്തുവിന്റെ മാത്രം ഓർമ്മയല്ല. ക്രിസ്തുവിനെയും ദൈവപുത്രനെന്നാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ബുദ്ധിയിൽ 2 പേരാണ്. നിങ്ങളുടെ ബുദ്ധിയിൽ ഒരച്ഛനാണ് ഉള്ളത്. അതിനാൽ നിങ്ങളെ സത്യമായ കന്യാസ്ത്രീകൾ എന്ന് പറയുന്നു. നിങ്ങൾക്കുള്ള ബാബയുടെ ആജ്ഞയാണ് പവിത്രമായി കഴിയണം. ഗീതം: ഈ പാപത്തിന്റെ ലോകത്തിൽ നിന്നും. ഓം ശാന്തി. മധുരമധുരമായ ആത്മീയ കുട്ടികൾ ഗീതം കേട്ടു. ആരാണ് കേട്ടത്? ആത്മാക്കളാണ് കേട്ടത്. ആത്മാവിനെ പരമാത്മാവെന്ന് പറയാൻ സാധിക്കില്ല. മനുഷ്യനെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ശരി, ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരാണ്. നിങ്ങളെ ഇപ്പോൾ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവിനെയും ദേവതയെന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മ ദേവതായ നമഃ എന്നും വിഷ്ണു ദേവതായ നമഃ എന്നും പറയുന്നുണ്ടെങ്കിലും ബ്രഹ്മാവും വിഷ്ണുവും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. വിഷ്ണുവിനെ ദേവത എന്ന് പറയാം, എന്നാൽ ബ്രഹ്മാവിനെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ബ്രഹ്മാവ് ബ്രാഹ്മണരുടെ അച്ഛനാണ്. ബ്രാഹ്മണരെയും ഭഗവാൻ എന്ന് പറയാൻ സാധിക്കില്ല. ഈ കാര്യങ്ങളൊന്നും മനുഷ്യന് മറ്റൊരു മനുഷ്യന് കേൾപ്പിക്കാൻ സാധിക്കില്ല. ഭഗവാനാണ് മനസ്സിലാക്കി തരുന്നത്. മനുഷ്യർ അന്ധവിശ്വാസത്തോടെ തോന്നുന്നതെല്ലാം പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികൾ മനസ്സിലാക്കുന്നു, ആത്മീയ അച്ഛനാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്നത്. സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കണം. ഞാൻ ആത്മാവാണ് ഈ ശരീരം എടുക്കുന്നത്. ഞാൻ ആത്മാവാണ് 84 ജന്മങ്ങൾ എടുത്തത്. കർമ്മം ചെയ്യുന്നതിനനുസരിച്ചാണ് ശരീരം ലഭിക്കുന്നത്. ആത്മാവ് ശരീരത്തിൽ നിന്നും വേറിടുമ്പോൾ പിന്നെ ശരീരത്തിനോട് സ്നേഹം തോന്നില്ല. ആത്മാവിനോടാണ് സ്നേഹം ഉണ്ടാകുന്നത്. ആത്മാവ് ശരീരത്തിലുള്ളപ്പോഴാണ് ആത്മാവിന് സ്നേഹമുണ്ടാകുന്നത്. മനുഷ്യർ പിതൃക്കളെ വിളിക്കാറുണ്ട്. ശരീരം ഇല്ലാതായാലും അവരുടെ ആത്മാവിനെ ഓർമ്മിക്കുന്നു. അതിനാൽ ബ്രാഹ്മണനിലേക്ക് വിളിപ്പിക്കുന്നു. ഇന്ന ആത്മാവ് വരൂ, വന്ന് ഈ ഭോജനം കഴിക്കൂ എന്നെല്ലാം പറയുന്നു. അർത്ഥം ആത്മാവിൽ മോഹമുണ്ട്. പക്ഷെ ആദ്യം ശരീരത്തിൽ മോഹമുണ്ടായിരുന്ന സമയത്ത് ശരീരത്തിന്റെ ഓർമ്മ വരുമായിരുന്നു. നമ്മൾ ആത്മാവിനെയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. ആത്മാവാണ് എല്ലാം ചെയ്യുന്നത്. ആത്മാവിലാണ് നല്ലതും മോശവുമായ സംസ്കാരമുള്ളത്. ആദ്യം ദേഹാഭിമാനമാണ് ഉണ്ടാകുന്നത്. പിന്നീടാണ് മറ്റെല്ലാ വികാരങ്ങളും വരുന്നത്. എല്ലാം ചേർത്താണ് വികാരി എന്ന് പറയുന്നത്. ഈ വികാരങ്ങളൊന്നും ഇല്ലാത്തവരെയാണ് നിർവികാരി എന്ന് പറയുന്നത്. ഭാരതത്തിൽ ദേവീ ദേവതാ ധർമ്മമുണ്ടായിരുന്നപ്പോൾ അവരിൽ ദൈവിക ഗുണമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ലക്ഷ്മി നാരായണന്റേത് ദേവീ ദേവതാ ധർമ്മമാണ്. ക്രിസ്തു ധർമ്മത്തിൽ പുരുഷനും സ്ത്രീകളുമെല്ലാം ക്രിസ്ത്യാനികളാണ്. ഇവിടെ ദേവീ ദേവത എന്ന് പറയുന്നു. രാജാവും റാണിയും പ്രജയുമെല്ലാം ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവരാണ്. ദേവീ ദേവതാ ധർമ്മം വളരെ ഉയർന്ന സുഖം നൽകുന്ന ധർമ്മമാണ്. കുട്ടികൾ ഗീതവും കേട്ടുവല്ലോ.
ആത്മാവ് പറയുന്നു, സുഖശാന്തിയുള്ള സ്ഥലത്തേക്ക് നമ്മളെ കൊണ്ടുപോകൂ എന്ന്. സുഖശാന്തിയുള്ള സ്ഥലം ശാന്തിധാമവും സുഖധാമവുമാണ്. ഈ ലോകത്തിൽ വളരെ അശാന്തിയാണ്. സത്യുഗത്തിൽ അസ്വസ്ഥതയില്ല. ബാബയ്ക്കല്ലാതെ മറ്റാർക്കും ശാന്തിയുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് ആത്മാവിനറിയാം. ബാബ പറയുന്നു, മുക്തിയും ജീവൻ മുക്തിയുമാകുന്ന 2 സമ്മാനങ്ങൾ ബാബ ഓരോ കൽപ്പവും വന്ന് നൽകുന്നു. എന്നാൽ നിങ്ങൾ മറന്നു പോവുകയാണ്. ഡ്രാമയിൽ മറക്കുക തന്നെ വേണം. എല്ലാവരും മറന്നാലല്ലേ ബാബയ്ക്ക് വരാൻ സാധിക്കൂ. ഇപ്പോൾ നിങ്ങൾ ബ്രാഹ്മണരായി മാറിയിരിക്കുകയാണ്. നിങ്ങളാണ് 84 ജന്മങ്ങൾ എടുത്തത് എന്ന് നിങ്ങൾക്ക് നിശ്ചയമുണ്ട്. മുഴുവൻ ജ്ഞാനവും എടുക്കാത്തവർ ആദ്യം തന്നെ പുതിയ ലോകത്തിലേക്ക് വരില്ല. ത്രേതായുഗത്തിലും ത്രേതായുഗത്തിന്റെ അവസാനവും മാത്രമേ വരികയുള്ളൂ. എല്ലാത്തിൻ്റെയും ആധാരം പുരുഷാർത്ഥത്തിലാണ്. സത്യയുഗത്തിൽ ലക്ഷ്മി നാരായണന്റെ രാജ്യമുണ്ടായിരുന്നപ്പോൾ സുഖമുണ്ടായിരുന്നു. ശരി, അവർ കഴിഞ്ഞ ജന്മത്തിൽ ആരായിരുന്നു എന്നാർക്കും അറിയില്ല. കഴിഞ്ഞ ജന്മത്തിൽ അവർ ബ്രാഹ്മണരായിരുന്നു. അതിനു മുൻപ് ശൂദ്രരായിരുന്നു. വർണ്ണങ്ങളെ നിങ്ങൾക്ക് വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ 21 ജന്മത്തേക്ക് വേണ്ടി ശാന്തി നേടുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കുന്നു. ബാബ നമുക്ക് അതിനുള്ള വഴി പറഞ്ഞു തരികയാണ്. നമ്മളിപ്പോൾ പതീതമായതുകൊണ്ടാണ് അസ്വസ്ഥരും ദുഃഖിയുമായത്. എവിടെ സമാധാനമുണ്ടോ അവിടെ സുഖശാന്തിയുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നിങ്ങൾ കുട്ടികളുടെ ബുദ്ധിയിൽ ആദി മധ്യ അന്ത്യത്തിന്റെ ജ്ഞാനമുണ്ട്. സത്യയുഗത്തിൽ ഭാരതം എത്ര സുഖിയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. ദുഃഖത്തിൻ്റെയോ അശാന്തിയുടെയോ പേരോ അടയാളമോ പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നിങ്ങൾ സ്വർഗത്തിലേക്ക് പോകുന്നതിന് വേണ്ടി പുരുഷാർത്ഥം ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾ ഈശ്വരീയ സമ്പ്രദായത്തിലുള്ളവരായി മാറിയിരിക്കുകയാണ്. മനുഷ്യർ ആസുരീയ സമ്പ്രദായത്തിലുള്ളവരാണ്. പാപാത്മാവാണെന്ന് പറയുന്നുണ്ടല്ലോ. ആത്മാക്കൾ ഒരുപാടുണ്ട്, എന്നാൽ പരമാത്മാവ് ഒന്നേ ഉള്ളൂ. എല്ലാ ആത്മാക്കളും സഹോദരങ്ങളാണ്. എല്ലാവർക്കും പരമാത്മാവാകാൻ സാധിക്കില്ല. ഇത്രയും ചെറിയ കാര്യം പോലും മനുഷ്യരുടെ ബുദ്ധിയിലില്ല. ഈ മുഴുവൻ ലോകവും ഒരു വലിയ പരിധിയില്ലാത്ത ദ്വീപാണ് എന്ന് ബാബ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ലോകത്തിൽ ചെറിയ ചെറിയ ദ്വീപുകളായിരിക്കും. ഈ പരിധിയില്ലാത്ത ദ്വീപ് രാവണന്റെ രാജ്യമാണ്. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർ മനസ്സിലാക്കുന്നില്ല. മനുഷ്യർ കഥകൾ മാത്രമാണ് കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഥകളെ ജ്ഞാനമെന്ന് പറയാൻ സാധിക്കില്ല. കഥകളിലൂടെയൊന്നും ആർക്കും സദ്ഗതി പ്രാപ്തമാക്കാൻ സാധിക്കില്ല. ജ്ഞാനത്തിലൂടെയാണ് സദ്ഗതി ലഭിക്കുന്നത്. ജ്ഞാനം നൽകുന്നത് ഒരു ബാബയാണ്, മറ്റാരുമല്ല. ഭക്തരെ രക്ഷിക്കുന്നത് ഭഗവാനാണ്. മനുഷ്യർക്ക് മറ്റു മനുഷ്യരെ രക്ഷിക്കാൻ സാധിക്കില്ല. ശിവബാബ എല്ലാ കുട്ടികൾക്കും സമ്പത്ത് നൽകുന്നു. ശിവബാബ അച്ഛനുമാണ്, ശിക്ഷകനുമാണ്, സദ്ഗുരുവുമാണ്. ബാബ വക്കീലാണ്. കാരണം ഒരു കൂട്ടം ശിക്ഷകളിൽ നിന്നും മോചിപ്പിക്കുകയാണ്. കുട്ടികളുടെ സർവശ്രേഷ്ഠമായ എല്ലാ മനോകാമനകളും പൂർത്തിയാവുകയാണ്. രാവണനിലൂടെ അശുദ്ധമായ എല്ലാ കാമനകളും പൂർത്തിയാകുന്നു. ബാബയിലൂടെ ശുദ്ധമായ എല്ലാ കാമനകളും പൂർത്തിയാകുന്നു. ശുദ്ധമായ കാമനകളെല്ലാം പൂർത്തിയാകുന്നതിലൂടെ നിങ്ങൾ സദാ സുഖികളായി മാറുന്നു. വികാരിയും പതീതവുമായി മാറുക എന്നത് അശുദ്ധമായ കാമനയാണ്. പാവനമായി ജീവിക്കുന്നവരെ ബ്രഹ്മചാരി എന്നാണ് പറയുന്നത്. നിങ്ങൾക്കും പവിത്രമായി കഴിയണം. പവിത്രമായി കഴിഞ്ഞ് പവിത്രമായ ലോകത്തിന്റെ അധികാരിയായി മാറണം. ഒരു ബാബയാണ് നിങ്ങളെ പതീതത്തിൽ നിന്നും പാവനമാക്കി മാറ്റുന്നത്. സാധു സന്യാസിമാരെല്ലാം വികാരത്തിലൂടെയാണ് ജന്മമെടുക്കുന്നത്. ദേവതകളെക്കുറിച്ച്
ഇങ്ങനെ പറയില്ല. സത്യുഗത്തിൽ വികാരങ്ങളില്ല. സത്യുഗം പാവനമായ ലോകമാണ്. ലക്ഷ്മി നാരായണൻ സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. ഭാരതം പവിത്രവുമായിരുന്നു. ഇതിപ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. സത്യുഗത്തിൽ പവിത്രതയും ശാന്തിയും സമ്പത്തും ഉണ്ടായിരുന്നു. എല്ലാവരും സുഖികളായിരുന്നു. രാവണ രാജ്യം മുതൽക്കാണ് താഴേക്ക് വീഴാൻ ആരംഭിച്ചത്. ഇപ്പോൾ ഒരു പ്രയോജനവുമില്ലാത്തവരായി മാറി. നിങ്ങൾ തികച്ചും കക്കയ്ക്ക് സമാനമായി മാറിയിരിക്കുന്നു. ഇപ്പോൾ ബാബയിലൂടെ വീണ്ടും വജ്രതുല്യമായി മാറുകയാണ്. ഭാരതം സത്യയുഗമായിരുന്നപ്പോൾ വജ്രത്തിന് സമാനമായിരുന്നു. ഇപ്പോൾ കക്കയ്ക്ക് സമാനം പോലുമല്ല. തൻ്റെ ധർമ്മത്തെക്കുറിച്ച് തന്നെ അറിയാത്തത് കാരണമാണ് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യുഗത്തിൽ പാപത്തിൻ്റെ പേര് പോലുമില്ല. നിങ്ങൾ ദേവീ ദേവതാ ധർമ്മത്തിലുള്ളവർ പ്രസിദ്ധമാണ്. ദേവതകളുടെ ചിത്രം ഒരുപാടുണ്ട്. മറ്റെല്ലാ ധർമ്മത്തിലും ഒരു ചിത്രം മാത്രമേ ഉള്ളൂ. ക്രിസ്ത്യാനികളിൽ ക്രിസ്തുവിൻ്റെ ഒരു ചിത്രം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ബൗദ്ധികളുടെ അടുത്തും ഒരു ബുദ്ധൻ്റെ ചിത്രം മാത്രം. ക്രിസ്ത്യൻ ധർമ്മത്തിലുള്ളവർ ക്രിസ്തുവിനെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. അവരെയാണ് കന്യാസ്ത്രീകൾ എന്ന് പറയുന്നത്. കന്യാസ്ത്രീകൾക്ക് ഒരു ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ക്രിസ്തു അല്ലാതെ മറ്റാരുമില്ല, ബ്രഹ്മചാരികളായിട്ടാണ് കഴിയുന്നത്. നിങ്ങളും കന്യാസ്ത്രീകളാണ്. നിങ്ങളും ഗൃഹസ്ഥത്തിൽ കഴിഞ്ഞും കന്യാസ്ത്രീകളായി മാറുന്നു. ഒരു ബാബയെ മാത്രമാണ് ഓർമ്മിക്കുന്നത്. ഒന്നല്ലാതെ മറ്റൊന്നില്ല. ഒരു ശിവബാബയല്ലാതെ മറ്റാരുമില്ല. ക്രിസ്ത്യാനികളുടെ ബുദ്ധിയിൽ ചിലപ്പോൾ 2 പേരുണ്ടായിരിക്കും. ക്രിസ്തു ദൈവപുത്രനായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ കുട്ടികൾക്ക് ഈശ്വരൻ്റെ ജ്ഞാനമുണ്ട്. മുഴുവൻ ലോകത്തിൽ ആർക്കും പരമാത്മാവിനെക്കുറിച്ചുള്ള ജ്ഞാനമില്ല. പരമാത്മാവ് എവിടെയാണ് വസിക്കുന്നത്, എപ്പോഴാണ് വരുന്നത്, പരമാത്മാവിൻ്റെ പാർട്ട് എന്താണ് എന്നൊന്നും ആർക്കും അറിയില്ല. ഭഗവാനെ എല്ലാം അറിയുന്നവനെന്നാണ് പറയുന്നത്. ഭഗവാൻ നമ്മുടെ ഹൃദയത്തിലെ കാര്യങ്ങളെ അറിയുന്നു എന്നും ചിന്തിക്കുന്നു. ബാബ പറയുന്നു, എനിക്കറിയില്ല. ഓരോരുത്തരുടെയും ഹൃദയം വായിച്ചറിയേണ്ട ആവശ്യം എന്താണ്? ബാബ വന്നിരിക്കുന്നത് പതിതരെ പാവനമാക്കി മാറ്റാനാണ്. അഥവാ പവിത്രമായി കഴിയുന്നില്ലെങ്കിൽ, അസത്യം പറയുകയാണെങ്കിൽ തൻ്റെ നഷ്ടമാണ് ഉണ്ടാക്കുന്നത്. ദേവതകളുടെ സഭയിൽ അസുരന്മാർ ഇരിക്കുമായിരുന്നു എന്ന് പറയാറുണ്ട്. സഭയിൽ ജ്ഞാനമാകുന്ന അമൃത് വിളമ്പുമ്പോൾ ആരെങ്കിലും വികാരത്തിൽ പോയി എന്നിട്ട് സഭയിൽ വന്നിരിക്കുകയാണെങ്കിൽ അവർ അസുരനല്ലേ? സ്വയം തൻ്റെ പദവി ഭ്രഷ്ടമാക്കുന്നു. ഓരോരുത്തർക്കും അവനവൻ്റെ പുരുഷാർത്ഥം ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ നാശമാണ് ഉണ്ടാകുന്നത്. ഒളിഞ്ഞു വന്നിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. നമ്മൾ വികാരത്തിലേക്കൊന്നും പോകുന്നില്ലല്ലോ എന്ന് പറയുന്നു. എന്നാൽ അവർ വികാരത്തിലേക്ക് പോകുന്നുണ്ട്. ഇത് സ്വയത്തെ ചതിക്കുകയാണ്. സ്വയത്തിൻ്റെ സത്യനാശമാണ് ചെയ്യുന്നത്. പരംപിത പരമാത്മാവിൻ്റെ വലങ്കൈയായ ധർമ്മരാജൻ്റെ മുന്നിൽ അസത്യം പറയുകയാണെങ്കിൽ സ്വയം ശിക്ഷയ്ക്ക് വിധേയമാവുകയാണ്. ഇങ്ങനെ ഒരുപാട് പേർ സെൻറ്ററുകളിൽ കഴിയുന്നവരുണ്ട്. ബ്രഹ്മബാബ ആദ്യമായി ഡൽഹിയിൽ പോയപ്പോൾ അവിടെ ദിവസവും വികാരത്തിൽ പോകുന്ന ഒരാൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ ചോദിച്ചു, പവിത്രമായി കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വരുന്നത്? അപ്പോൾ അദ്ദേഹം പറയും, ഇവിടെ വരാതെ എങ്ങനെയാണ് നിർവികാരിയായി മാറുന്നത്? പവിത്രത ഇഷ്ടമാണെങ്കിലും പവിത്രമായി കഴിയാൻ സാധിക്കുന്നില്ല. അവസാനമെങ്കിലും ഞാൻ നന്നാകും. വരാതിരുന്നാൽ ജീവിതം നരകമായി പോകും. മറ്റൊരു വഴിയും ഇല്ലാത്തതുകൊണ്ടാണ് ഇവിടെ വരേണ്ടി വരുന്നത്. ബാബ മനസ്സിലാക്കി തരുന്നു, നിങ്ങൾ അന്തരീക്ഷം മോശമാക്കുന്നു. ഏതുവരെ വന്നുകൊണ്ടിരിക്കും? പാവനമായി മാറുന്നവർ പറയുന്നു, ബാബ പതിതരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കഴിക്കാൻ
തോന്നുന്നില്ല. കഴിക്കുന്നതിൻ്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ ബാബ അതിനുള്ള യുക്തിയും പറഞ്ഞു തന്നിട്ടുണ്ട്. ജോലി തന്നെ ഉപേക്ഷിക്കുക എന്നല്ല, യുക്തിയോടുകൂടി മുന്നോട്ടു പോകണം. ആർക്കെങ്കിലും മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അവർ പിണങ്ങുന്നു. എങ്ങനെ പവിത്രമായി കഴിയും? ഇതൊരിക്കലും കേട്ടിട്ടില്ലല്ലോ. സന്യാസിമാർക്ക് പോലും പറ്റില്ല. അവർ വീടെല്ലാം ഉപേക്ഷിക്കുമ്പോഴാണ് പവിത്രമായി കഴിയാൻ സാധിക്കുന്നത്. എന്നാൽ ഇവിടെ പതീത പാവനനായ പരമപിത പരമാത്മാവാണ് പഠിപ്പിക്കുന്നതെന്ന് ആർക്കും അറിയില്ല, അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് വിരോധം കാണിക്കുന്നത്. പറയും, ശിവബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിൽ വരുന്നത് ഏതെങ്കിലും ശാസ്ത്രത്തിൽ കാണിച്ചു തരൂ. ബാബ സാധാരണ വൃദ്ധ ശരീരത്തിലാണ് വരുന്നതെന്ന് ഗീതയിൽ പോലും എഴുതിയിട്ടുണ്ട്. ഈ ബ്രഹ്മാവിന് തൻ്റെ ജന്മങ്ങളെക്കുറിച്ച് അറിയില്ല. ഗീതയിൽ ഇങ്ങനെയെല്ലാം എഴുതിയിട്ടുണ്ടെങ്കിൽ പരമാത്മാവ് എങ്ങനെ മനുഷ്യ ശരീരത്തിൽ വരുന്നു എന്ന് നിങ്ങൾക്കെങ്ങനെ ചോദിക്കാൻ സാധിക്കും? പതീതമായ ശരീരത്തിൽ വന്നിട്ടല്ലേ വഴി പറഞ്ഞു തരികയുള്ളൂ. ബാബ മുൻപും വന്നപ്പോൾ പറഞ്ഞിരുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ബാബയാണ് പരംധാമത്തിൽ വസിക്കുന്നത്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ. എന്നെ ഓർമ്മിക്കൂ എന്ന് പറയാൻ മൂലവതനത്തിൽ കൃഷ്ണന്റെ ശരീരമില്ല. ഒരു പരമപിത പരമാത്മാവാണ് സാധാരണ ശരീരത്തിൽ പ്രവേശിച്ച് നിങ്ങൾ കുട്ടികളോട് പറയുന്നത്, എന്നെ ഓർമ്മിക്കുകയാണെങ്കിൽ ഈ യോഗ അഗ്നിയിലൂടെ നിങ്ങളുടെ പാപങ്ങൾ ഇല്ലാതാകും. അതുകൊണ്ടാണ് ബാബയെ പതീത പാവനൻ എന്ന് പറയുന്നത്. പതീത പാവനൻ തീർച്ചയായും ആത്മാക്കളുടേതായിരിക്കും. കാരണം ആത്മാവാണ് പതീതമായി മാറുന്നത്. ബാബ പറയുന്നു, നിങ്ങൾ പവിത്രമായ ആത്മാവ് 16 കലകളാൽ സമ്പൂർണമായിരുന്നു. ഇപ്പോൾ കലകളൊന്നുമില്ലാതെ തികച്ചും പതീതമായി മാറി. ബാബ ഓരോ കൽപ്പവും വന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. കാമമാകുന്ന ചിതയിലിരുന്ന് പതിതമായി പോയ നിങ്ങളെ ജ്ഞാന ചിതയിലിരുത്തി പവിത്രമാക്കി മാറ്റുന്നു. ഭാരതത്തിൽ പവിത്രമായ പ്രവൃത്തി മാർഗമായിരുന്നു. ഇപ്പോൾ അപവിത്രമായ പ്രവൃത്തി മാർഗമാണ്. ആർക്കും സമാധാനമില്ല. ബാബ പറയുന്നു, ഇപ്പോൾ 2 പേരും, അതായത് യുഗൾ ജ്ഞാനചിതയിലിരിക്കൂ. ഓരോ ആത്മാവിനും തൻ്റെ കർമ്മത്തിനനുസരിച്ച് ശരീരം ലഭിക്കുന്നു. ഈ ജന്മത്തിലെ പതി പത്നിമാരാണ് അടുത്ത ജന്മത്തിലും കണ്ടുമുട്ടുന്നത് എന്നല്ല. ഇത്രയും മത്സരിക്കാൻ സാധിക്കില്ല. ഇവിടെ പഠിപ്പിൻ്റെ കാര്യമാണ്. അജ്ഞാനകാലത്താണെങ്കിൽ പരസ്പരം വളരെ സ്നേഹമുണ്ടെങ്കിൽ അവരുടെ എല്ലാ മനോകാമനകളും പൂർത്തിയാകും. അത് പതീതമായ പ്രവൃത്തി മാർഗമാണ്. പതി മരിച്ചാൽ പത്നിയും ചിതയിൽ ഇരിക്കുന്നു. അടുത്ത ജന്മത്തിലും അവർ പരസ്പരം ഒരുമിക്കാൻ വേണ്ടി. എന്നാൽ അടുത്ത ജന്മത്തിൽ അവർക്ക് തിരിച്ചറിയാനേ സാധിക്കില്ല. നിങ്ങളും ബാബയോടൊപ്പം ജ്ഞാനമാകുന്ന ചിതയിൽ ഇരിക്കുന്നു. നമ്മൾ ഈ അഴുക്കുള്ള ശരീരം ഉപേക്ഷിച്ച് തിരിച്ചു പോകും. ഇതെല്ലാം നിങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. എന്നാൽ അവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ പരസ്പരം സഹയോഗികളായിരുന്നു എന്നറിയില്ല. നിങ്ങൾക്കും പിന്നീട് സത്യയുഗത്തിൽ ഈ ജ്ഞാനം ഉണ്ടായിരിക്കുകയില്ല. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ ലക്ഷ്യമുണ്ട്. മമ്മയും ബാബയും ലക്ഷ്മി നാരായണനായി മാറും. വിഷ്ണു ദേവതയാണ്. പ്രജാപിത ബ്രഹ്മാവിനെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ബ്രഹ്മാവാണ് ദേവതയായി മാറുന്നത്. ബ്രഹ്മാവിൽ നിന്ന് വിഷ്ണുവും വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവുമായി മാറുന്നത് എങ്ങനെയാണ് എന്നിപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. സ്വർഗത്തിൽ മാത്രമാണ് സമാധാനമുള്ളത് എന്ന് നിങ്ങൾക്കറിയാം. ആരെങ്കിലും മരിച്ചാൽ സ്വർഗത്തിലേക്ക് പോയി അഥവാ സമാധാനത്തിൻ്റെ ലോകത്തിലേക്ക് പോയി എന്ന് പറയുന്നു. മനസ്സമാധാനമില്ലാത്ത ലോകത്തിൽ പതീതമായ മനുഷ്യരാണ് കഴിയുന്നത്. ബാബ വീണ്ടും പറയുന്നു, സ്വയത്തെ ആത്മാവാണെന്ന് മനസ്സിലാക്കി അച്ഛനെ ഓർമ്മിക്കൂ.
എന്നാൽ വികർമ്മം വിനാശമാകും. ബാക്കിയെല്ലാം വിസ്തരിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. ബാബ നോളജ്ഫുള്ളാണ്. നിങ്ങളെയും നോളജ്ഫുള്ളാക്കി മാറ്റുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ നിങ്ങൾ സതോ പ്രധാനമായി മാറും. ഇതാണ് ആത്മാക്കളുടെ മത്സരം. കൂടുതൽ ഓർമ്മിക്കുന്നവർ പെട്ടെന്ന് സതോ പ്രധാനമായി മാറും. ഇതാണ് ഓർമ്മയുടെയും പഠിപ്പിൻ്റെയും മത്സരം. സ്കൂളിലും മത്സരമുണ്ടാകാറില്ലേ? ഒരുപാട് കുട്ടികളിൽ നിന്നും നമ്പർ 1 മാറുന്ന കുട്ടിക്ക് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. ഒരേ ഒരു പഠിപ്പ് ലക്ഷങ്ങളുടെയും കോടികളുടെയും ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എങ്കിൽ അത്രയും സ്കൂളുകളും ഉണ്ടായിരിക്കണമല്ലോ. ഇപ്പോൾ നിങ്ങൾ ഈ പഠിപ്പ് പഠിക്കണം. എല്ലാവർക്കും വഴി പറഞ്ഞു കൊടുക്കൂ. അന്ധരുടെ ഊന്നുവടിയാകൂ. ഓരോ വീടുകളിലും സന്ദേശം എത്തിക്കണം. ശരി. വളരെ കാലത്തെ വേർപാടിന് ശേഷം തിരികെ കിട്ടിയ മധുരമായ സന്താനങ്ങൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകളും പുലർക്കാല വന്ദനവും. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്കാരം. ധാരണയ്ക്കുള്ള മുഖ്യസാരം: 1. ഇപ്പോൾ അശുദ്ധമായ കാമനകളെ ത്യജിച്ച് ശുദ്ധമായ കാമനകൾ വയ്ക്കണം. ഏറ്റവും നല്ല കാമനയാണ് പവിത്രമായി മാറി പവിത്രമായ ലോകത്തിൻ്റെ അധികാരിയായി മാറുക. ഒരു തെറ്റിനെയും ഒളിപ്പിച്ചു വെച്ച് സ്വയത്തെ ചതിക്കരുത്. ധർമ്മരാജനാകുന്ന അച്ഛനോട് എപ്പോഴും സത്യസന്ധരായിരിക്കണം. 2. ജ്ഞാനചിതയിലിരുന്ന് ഈ പഠിപ്പിൽ മത്സരിച്ച് ഭാവിയിലെ പുതിയ ലോകത്തിൽ ഉയർന്ന പദവി പ്രാപ്തമാക്കണം. യോഗാഗ്നിയിലൂടെ വികർമ്മങ്ങളുടെ കണക്കിനെ ഭസ്മമാക്കണം. വരദാനം: ബുദ്ധിയുടെ പ്രീതി ഒരു പ്രിയതമനിൽ വെച്ച് സദാ സന്മുഖത്ത് അനുഭവം ചെയ്യുന്ന വിജയി രത്നമായി ഭവിക്കട്ടെ. പ്രീതബുദ്ധി അർത്ഥം ബുദ്ധിയുടെ ലഹരി ഒരു പ്രിയതമനോടൊപ്പം വെച്ചിരിക്കണം. ആർക്കാണോ ഒരു പ്രിയതമനിൽ പ്രീതിയുള്ളത് അവർക്ക് മറ്റ് ഒരു വ്യക്തിയോടോ വൈഭവത്തിനോടോ പ്രീതി വയ്ക്കുവാൻ സാധിക്കില്ല. അവർ സദാ ബാപ്ദാദയെ തൻ്റെ സന്മുഖത്ത് അനുഭവം ചെയ്യും. അവർക്ക് മനസ്സിൽ പോലും ശ്രീമത്തിന് വിപരീതമായി വ്യർത്ഥ സങ്കല്പമോ വികൽപ്പമോ വരികയില്ല. അവരുടെ മുഖത്തിലൂടെയും മനസ്സിലൂടെയും ഈ ശബ്ദം തന്നെ പുറപ്പെടും: അങ്ങയോടൊത്തേ കഴിക്കൂ, അങ്ങയോടൊപ്പമേ ഇരിക്കൂ, അങ്ങയോടൊപ്പമേ സർവസംബന്ധങ്ങളും നിറവേറ്റൂ. അങ്ങനെയുള്ള സദാ പ്രീതബുദ്ധിയായിരിക്കുന്നവർ തന്നെയാണ് വിജയി രത്നമായി മാറുന്നത്. സ്ലോഗൻ: വേണം വേണം എന്ന സങ്കല്പം വരുന്നതും റോയൽ രൂപത്തിലുള്ള യാചനയാണ്. അവ്യക്ത സൂചന: അപവിത്രതയുടെ ബീജത്തെ പോലും സമാപ്തമാക്കി സമ്പൂർണ്ണ പവിത്രമാകൂ. സംഗമയുഗത്തിൽ ബാപ്ദാദ എല്ലാ കുട്ടികൾക്കും ആദ്യത്തെ വ്രതം നൽകിയിട്ടുണ്ട്: സമ്പൂർണ്ണ പവിത്രരായി ഭവിക്കട്ടെ. ഈ പവിത്രതയുടെ വ്രതം കേവലം ബ്രഹ്മചര്യത്തിൻ്റെ വ്രതമല്ല, മറിച്ച് ബ്രഹ്മബാബയ്ക്ക് സമാനം ഓരോ വാക്കിലും പവിത്രതയുടെ വൈബ്രേഷൻ നിറഞ്ഞതായിരിക്കണം. ഓരോ സങ്കല്പത്തിലും പവിത്രതയുടെ മഹത്വം ഉണ്ടായിരിക്കണം. ഓരോ കർമ്മത്തിലും കർമ്മയോഗി ജീവിതത്തിൻ്റെ അനുഭവം ഉണ്ടായിരിക്കണം. ഇതിനെയാണ് പറയുന്നത് ബ്രഹ്മചാരി ഒപ്പം ബ്രഹ്മചാരി. ഓം ശാന്തി.